ഇത് രാജാപ്പാർട്ടാ തരി ഓവർ സ്മാർട്ടാ ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ് ഇത് മൊത്തം വീമ്പാ വെറും ഓലപ്പാമ്പ പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയട ഫാഷൻ ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ ഹലോ ആ പപ്പനാ അപ്പം തന്നെ അതിലൊക്കെ തന്നെ താമസം പേരിനൊന്നും ഒരു മാറ്റവും ഇല്ല സാധനം നീ പറഞ്ഞ കേട്ടാ തോന്നുന്നു നിന്റെ സാധനം എന്തോ ഞാൻ പിടിച്ചു വാങ്ങിച്ച് വെച്ചിരിക്കും പോലെയല്ലേ പറയണേ സാധനമില്ല ഇത് ശരിയാക്കി തരും 6 മാസം മുമ്പ് വന്ന ടി വിയാണ് ഞാൻ ചോദിച്ചത് തരാന്ന് കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ എൻ്റെ പാർട്സ് കിട്ടണ്ടേ എൻ്റെ നീ ഈ കിടന്ന് തിളയ്ക്കണതിന് ഇവിടെ ടി വി കട ഇല്ലാത്തതുകൊണ്ടല്ല അതിലൊക്കെ അല്ലേ ജീവിച്ച് പോട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു ഒരു മനസ്സാക്ഷി വേണ്ടേ വാ എന്താണ് ഇതും വച്ചോണ്ടിരിക്കുന്നത് നീ രാവിലെ എന്നെ വഴക്ക് പറയാനും തെറി വിളിക്കാനും വന്നാ നീ ടി വി നന്നാക്കി ചോദിക്കാൻ വന്നാ അല്ല ചോദിക്കാനില്ല ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് ഞാൻ എടാ അത് എൻ്റെ ട്രാൻസിസ്റ്ററൊക്കെ പോയി എൻ്റെ ട്രാൻസ്ഫോമറും സംഭവമൊക്കെ പോയിട്ട് അത് ജപ്പാനിൽ നിന്ന് വരണം എൻ്റെ ട്രാൻസ്ഫോമർ അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ ജപ്പാനിൽ പോയി വാങ്ങിച്ചോണ്ട് വരാളെ ഇവിടെ എനിക്ക് അതും കൂടെ എടുത്ത് തന്നാലേ നീ നന്നാക്കിങ്ങതാ ഒരു ജോലിയിൽ സിൻസിയർ വേണം സിൻസിയർ കേട്ടാ നീ മൊത്തം പറ ഞാൻ എല്ലാം കേട്ടിട്ട് ഞാൻ എൻ്റെ മറുപടി പറയാം മൊത്തം പറയാൻ എന്നെ കളിയാക്കണം എൻ്റെ പഴയ സ്വഭാവം ഉണ്ടെങ്കിലേ ഇന്ന് അടപ്പിച്ചിട്ട് പോകുമായിരുന്നറിയാം നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഗ്രാഹ്യം ഉണ്ടാടാ മണ്ടൻ കൊണാപ്പി നിനക്കുണ്ടാ പറയാൻ വയ്ക്കരുത് ക്ഷമിക്കണതിനൊരു പരിധിയില്ലേ നിനക്ക് കിടന്ന് ഇങ്ങനെ ചാടല്ല നീ വീട്ടിൽ കിടന്ന് വഴക്ക് കൂടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യവും അത് ഞാൻ എൻ്റെ വീട്ടിൽ വഴക്കൂടും പഴകൂടും എല്ലാം ചെയ്ത് എനിക്കെന്താ ആവശ്യം ഞാൻ തന്ന സാധനത്തിന് കേട്ടോ എടാ ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റൂ ശ്രദ്ധയോടെ അടങ്ങി നിന്ന് കേള് നീ പറ ഇത് ജപ്പാനെ കിട്ടൂ ഓ അപ്പോൾ വേറൊരു രാജ്യങ്ങളിലും കിട്ടൂല വേറെ കിട്ടും ചൈനയിൽ നിന്ന് കിട്ടും വാങ്ങിച്ചു നോക്കിട്ടാ അല്ല ചൈനയിൽ നിന്ന് ഇട്ടാൽ അത് സാധനം ഇത് ഇട്ട കാണൂലേ എടാ ഈ ചൈനയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ചൈനീസ് ഭാഷ മാത്രമേ കേൾക്കാൻ പറ്റൂ പിന്നെ വേറെ ഒന്നും കേൾക്കാൻ പറ്റൂല ഇല്ല അതുകൊണ്ടാണ് പറയണേ ജപ്പാനിൽ നിന്ന് വാങ്ങിച്ചിടണമെന്ന്. അപ്പോൾ ഓരോ രാജ്യത്തുള്ളതും ഇങ്ങനെ വെച്ചാൽ ആ ഭാഷ കേൾക്കൂലേ? അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്, അങ്ങനെ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്താലേ നമ്മുടെ ലാംഗ്വേജ് കിട്ടൂ. ഇപ്പോൾ നീ ഇപ്പോൾ ട്രാൻസ്മിറ്റർ എന്നൊക്കെ നീ വിളിക്കണമല്ല, എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ട്രാൻസ്ഫോമർ എടുത്ത് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അത് എനിക്കറിയേണ്ട കാര്യം. പറ്റുമോ? അതൊക്കെ നിങ്ങൾക്കുള്ള ജോലിയാണ്, എൻ്റെ ഇതിലിടപെടേണ്ട. എടാ നിനക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ അയലോക്കത്ത് കിടക്കണ ഒരുത്തനാണല്ലോ, നിനക്ക് വിലയില്ല. വേടെങ്കിലും കൊണ്ടുപോയെങ്കിൽ നീ ദിവസങ്ങളോളം ക്യൂ നിന്ന് ഇവിടുന്ന് വണ്ടിക്കൂലി പിടിച്ച് നീ പോയി ഇറങ്ങി കയറി നടന്നുകൊണ്ടിരിക്കും. ഇന്ന് എനിക്കിനി അധികം നിങ്ങളെ സംസാരിക്കാനില്ല. കാപ്പി കുടിച്ചാ? കാപ്പിയൊന്നും കുടിച്ചില്ല. ഇവിടെ തീർന്ന് കാണും. അയ്യോ, തൻ്റെ കാപ്പി കുടിക്കാനല്ല ഞാൻ വന്നത്, ടി വി വാങ്ങിക്കാനാണ് വന്നത്. എന്തോ ഈ കള്ളൻ, ഇത് അവൻ്റെ വിധി, ഇതും അവൻ്റെ വിധി തന്നെ. എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമല്ല, അത് നമ്മൾ ആണുങ്ങൾ നമ്മൾ ഡീൽ ചെയ്തോളാം. നീ പിക്കോ. കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്, നിർത്തിക്കൂടെ? കുറെ നേരം ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് കസ്റ്റമേഴ്സായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് ഞാനും കൂടെ താമസിക്കുന്ന വീടാ. ഇതെന്റെ പ്രൊഫഷൻ അല്ലേ? നിങ്ങളെ പ്രൊഫഷൻ ആണെങ്കിൽ ഈ വീട്ടിൽ നിന്നല്ലേ നിങ്ങൾ ബഹളം ഉണ്ടാക്കണേ? അപ്പൊ എനിക്ക് ചോദിച്ചൂടെ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് പുറത്തെനിക്ക് കട എടുത്ത് തരാൻ പറഞ്ഞ. എന്നിട്ടാണ് നാട്ടുകാർ തല്ലിക്കൊല്ലാൻ. ആര് തല്ലിക്കൊല്ലണം? പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാകും ചോദിക്കാൻ. ഇതിപ്പോ ഞാനെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ. നീ എന്തിനാണ് എന്റെ കാര്യം അന്വേഷിക്കുന്നത്? നീ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യം അന്വേഷിക്കാൻ വരാമെന്ന്. അന്വേഷിക്കാൻ വരാമെന്ന്. പുറത്ത് ആരെന്റെ തല്ലിക്കൊള്ളാൻ വേണം? അതിന് ഞാൻ കേട്ടിക്കളെ. ഞാൻ നിർത്ത്, പോയി ഇന്നത്തോടെ നിർത്തിക്കോണം ഈ കോപ്പറായൊക്കെ. സാധനം വരണ്ടേ? എന്റെ അപ്പ ഞാൻ ശാനം വരണ്ടേ? ഇവിടെ കൂത്താട്ടോളത്ത് മേടിക്കുന്ന സാധനമല്ലേ, എനിക്കറിയാം. സ്വസ്ഥത തരില്ല, ഞാൻ പോണു. അയ്യോ, പേടിച്ചു പോയല്ലോ. പച്ചക്കറി ഇട്, അത് പച്ചക്കറിയാ. നിക്ക്, ഇതാ
ദേ ഒറ്റയ്ക്കെടുത്ത് കഴിക്കരുത്, എല്ലാവർക്കും കൂടി ഉള്ളതാ. ഓ ശരി. നീ ഇവിടെ ഇരുന്നോ, എന്നാ കൊച്ചിനും കൊടുക്ക് നീ. അമ്മോ അമ്മ എന്താടാ നിങ്ങോട്ട് വാ. ഡാ മിഴുങ്ങാതൊന്നും ചവച്ചിരുന്നടാ. എന്തിനാ കിടന്ന് കൂവണേ? അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ. ആ വള്ളിയൊക്കെ നേരെ ഇട്ടാ. അമ്മ ഒരു കാര്യം പറയാം. പുറത്തോട്ട് വാ. എന്താ എന്താ അത് സംഭവം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അതിന് ഞാനെന്ത് വേണം? നീയാണോ ടൂർ അറേഞ്ച് ചെയ്തിരിക്കണേ? എന്ത് വേണമെന്നാ? ഞാനും പോകുന്നുണ്ട് ടൂറിന്. ഓ പിന്നെ ഇവിടെ പോയിക്കോ, എനിക്ക് എന്താണ്? അതല്ല, എന്താ കാര്യക്കിടുങ്ങാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എല്ലാം കൂടി 4500 രൂപ ആവും. ആ പക്ഷെ ഫസ്റ്റ് 1000 രൂപ അഡ്വാൻസ് കൊടുക്കണതാ. ആണോ? ഉണ്ടെങ്കിൽ കൊടുത്തോ. ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ എന്താ തമാശ പറയാ? തമാശ പറഞ്ഞല്ല, നിന്റെ പൈസ ഉണ്ടെങ്കിൽ നീ കൊടുത്തോ, ടൂറിന് പോയിക്കോ. ഇത് എന്നോട് കിടന്ന് ചോദിക്കണേ എന്തിനാണ്? എന്നെ ടൂറിന് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ കോളേജിൽ പോയില്ല. നല്ലൊരു കാര്യം, നീ കോളേജിൽ പോവണ്ട. നീ പോയില്ലെങ്കിൽ കോളേജ് പൂട്ടിയൊന്നുമില്ലല്ലോ. അല്ല പിന്നെ എടാ, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ അച്ഛനോട് പോയി ചോദിക്കി. എന്നാ അമ്മ പോയി അച്ഛനോട് പോയി. പിന്നെ ഞാനല്ലേ ടൂറിന് പോണത്, അച്ഛനോട് അച്ഛാ എനിക്ക് ടൂറിന് പോണെന്ന് പറയേ. ഇഷ്ടം ഞാൻ ചോദിച്ചില്ല, അച്ഛൻ തന്നില്ലെങ്കിലോ? തന്നില്ല, നീ പോവൂല, അത്ര തന്നെ. ശരി, മനുഷ്യൻ വന്ന ഒരു സ്വസ്ഥതയും തരൂല. ഓരോ മാനങ്ങൾ വന്നോണ്ട് പുതിയ ബഡ്ജറ്റുമായിട്ട്. ഇനി എന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ആട്ടാ ഞാൻ പറയും. പിന്നെ അച്ഛാ എനിക്ക് ടൂറിന് പോകാൻ പൈസ വേണം. മൊത്തം 4500 രൂപ ആവുള്ളൂ. പക്ഷെ 1000 രൂപ അഡ്വാൻസ് ഫസ്റ്റ് വേണം. എന്നാ നീ ഇതിൽ കുറച്ച് എണ്ണ ഇട്ടുണ്ടോ? അച്ഛാ എനിക്ക് ടൂറിന് പോകാൻ പൈസ വേണമെന്ന് കേട്ടില്ലേ? അടുത്ത പ്രാവശ്യം പോടാ. അച്ഛാ പോടാ. വിഷ്ണു നാളെ കോളേജ് പോടി. വിഷ്ണുവേ നാളെ കോളേജ് പോവോ? എന്താ കാര്യം? എൻ്റെ അടുത്ത് 4500 രൂപ ചോദിച്ചു എക്സ്കർഷന് വേണ്ടിയിട്ട്. ഞാൻ ഓടിച്ചു വിട്ടു. ആ എൻ്റെ അടുത്ത് ചോദിച്ചതാ, ഞാനാ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ. അവന് വിഷമാവൂലേ? എന്തോ വിഷമാവാൻ? അയക്കട്ടെ അവനെ. എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് അറിഞ്ഞു വേണം പിള്ളേരെ വളർത്താൻ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആയിപ്പോവും. അമ്മ ആവശ്യമില്ലാത്ത വേഷം കെട്ടൊക്കെ കാണിക്കല്ലേ. ആണ്ട എൻ്റെ മോള് ഒരു പ്ലാസ്റ്റിക് ബാഗ് തൂക്കി കൊണ്ട് പറഞ്ഞു. അവളുടെ സ്കൂളിൽ ജൈവ കൃഷി വിളവെടുപ്പായിരുന്നു, അതായിരിക്കും. വെണ്ടയ്ക്കയും പാവയ്ക്കയും കത്തിരിക്കയും കാണും കേട്ടാ. നല്ലതാടി, ഉള്ളൊരു കൃഷി ചെയ്യണം. നല്ലതാ, വരുന്ന തലമുറയ്ക്ക് വിഷം കഴിക്കാൻ ജീവിക്കാല്ലേ. അത് ശരിയാ. പക്ഷെ നിങ്ങൾക്ക് ഇത് തോന്നാത്ത എന്താ? ഇങ്ങനെ വയറും വെച്ചിവിടെ ഇരിക്കുന്ന നേരത്തിന് ആ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും. പച്ചക്കറി നമുക്ക് ഇവിടെ ആവശ്യമുള്ളെങ്കിലും കിട്ടുമല്ലോ. ഞാൻ കുറെ വിത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക, പാവയ്ക്ക, കത്തിരിക്ക, കോവയ്ക്ക ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടോ? അതിൽ ഒരെണ്ണം എടുത്ത് നടാമോ? ഒരു കാര്യം ചെയ്യാം, വാഴയിടാം. ആ അതാകുമ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിലില്ലല്ലോ, അപ്പൊ പിന്നെ വാഴാട്ടാ പെട്ടെന്ന് ഉണ്ടായിക്കോളൂ. എന്താണ് ഇത് അച്ഛനും കൊണ്ട് കൊടുക്കണത്? എനിക്കില്ലേ? അച്ഛനുള്ളതാ. അച്ഛനെന്തിനാ പച്ചക്കറി? അച്ഛൻ കുളയ്ക്ക് സാധനം അച്ഛനെ കൊടുക്കണ്ടേ? ഇതെന്താ ഇത്? ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടില്ലല്ല. ക്ലാസ്സിൽ സാർ നന്നാക്കാൻ വേണ്ടി തന്നുവിട്ടതോ. അത് 4-5 മാസമായില്ലേ? 4-5 മാസമല്ല, കഴിഞ്ഞ ആഴ്ച ഒരാളുടെ തന്നിട്ട് ഓർക്കണ്ട. നാണം കെട്ടമ്മ. അച്ഛനില്ലാത്ത നാണ നിനക്ക് എന്തിനാടി? അമ്മയ്ക്ക് അറിയോ, ആ സാറ് ക്ലാസ്സിലെ എല്ലാ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കളിയാക്കിയത് വർക്ക് ചെയ്യാനിട്ട്. ദേ നന്നാക്കാൻ അറിയുന്ന ആരെങ്കിലും കൈ കൊടുത്തിട്ട് നന്നാക്കിയിട്ട് ആ സാറിനെ കൊണ്ട് ഏൽപ്പിക്കത്. ഡയഫ്രം ഉണ്ടാകാൻ പോണു. പോ മനുഷ്യ എണീച്ച്. നാളെ രാവിലെ ശരിയാക്കി തരാം. കൊണ്ട് അമ്മ 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 എന്താടാ പറ. എന്താ അമ്മ? എനിക്ക് മജന്ത കളർ പട്ടുപാവാടയും മുല്ലപ്പൂവും വേണം. എന്ത് മജന്ത കളർ പട്ടുപാവാടയും മുല്ലപ്പൂ? എന്റെ ലച്ചു അലമാരിൽ എന്തോരം പട്ടുപാടയും ബ്ലൗസും ഉണ്ട്, ഇട്ടോണ്ട് പോയിക്കൂടെ? അമ്മ അതിലൊന്നും മജന്ത ഇല്ലെന്നേ. മജന്ത തന്നെ വേണം, നീ പോയി തന്ന നിർബന്ധം എന്താ? അമ്മ ക്ലാസ്സിലെ എല്ലാവരും മജന്ത പട്ടുപാടയൊക്കെ ഇട്ടിട്ടാ വരുന്നേ. ഇടി അവൻ ടൂർ പോണെന്ന് പറഞ്ഞ് 4500 രൂപ ചോദിച്ചു ഇവിടെ ബഹളം വെച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോ നിനക്ക് പട്ടുപാടയും ബ്ലൗസ് കൊടുക്കാൻ പൈസ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ കോലാഹലം ഉണ്ടാക്കും. അമ്മ പ്ലീസ് പ്ലീസ് ഒന്ന് കഷ്ടം അമ്മ ഇത്. ആ പച്ചക്കറി അരിഞ്ഞു നോക്ക്. എന്നെ കൊണ്ടൊന്നും വയ്യ. നീ പട്ടുപാട കിട്ടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഡാ ആ പുറത്തിറങ്ങണ തേങ്ങ ഒന്ന് പൊതിച്ചതാടാ. അവൻ്റെ പോക്കുണ്ടോ തേങ്ങ പൊതിക്കാൻ പറഞ്ഞിട്ട് കുലുക്കി. ഒരൊറ്റ എണ്ണത്തിന് കഷ്ടപ്പെടാൻ വയ്യ. ഞാൻ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് എല്ലാം ഉണ്ടാക്കിക്കോളാം. ഞാൻ ഒരു ദിവസം കിടക്കട്ടെ, അപ്പം അറിയാല്ല. മുടിയെന്ത് ചാടി തുള്ളിക്കൊണ്ട് പോണു? അവനോട് തേങ്ങ പൊതിക്കാൻ പറഞ്ഞിട്ട് അവനത് പറ്റൂല. കയറിപ്പോയി അങ്ങോട്ട്. പച്ചക്കറി ഞാൻ ചെയ്താ അരിഞ്ഞേക്ക്. അരിഞ്ഞതിലെത്തി കിട്ടേക്കട്ടാ. അയ്യോ സോറി, കഴിക്കോട്ടെ. നീളത്തിൽ തരണോ? അല്ല അത്
4 ഇതാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. സെപ്പറേറ്റ് അരിഞ്ഞില്ല കേട്ടാ വലു, സെപ്പറേറ്റ് അരിഞ്ഞിടണേ, എല്ലാം ഒന്നിച്ചിട്ടല്ലേ. അമ്മ എനിക്ക് വിശക്കുന്നു. നീ മിണ്ടാതിരിക്കണം, ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. അമ്മ എനിക്ക് വിശന്ന് കുടല് കരിയുന്നു. ഇതേ കുറച്ച് വെള്ളം കോരി വരില്ല കുഴിക്കി, ഒരു സമാധാനം തരൂല മനുഷ്യര്. സെപ്പറേറ്റ് അരിഞ്ഞിട്ടോ. ഇതെങ്ങനെ അറിയണം? എൻ്റെ ബാലു, ആ തക്കാളി കട്ട് ചെയ്ത പോലെ തന്നെ ഇത് കട്ട് ചെയ്താൽ മതി. വേറെ പാത്രം വെച്ചിട്ട് അതിലോട്ട് ഇട്. മാറി ഇക്കടെ അങ്ങോട്ട്. ഇതെന്താ വേണ്ട? അപ്പുറത്തേക്ക് കളഞ്ഞേക്ക്. അയ്യോ കാലം കൊടുത്തു. കാണിച്ചേ, നീ ആവശ്യമായിട്ട് ഓരോന്നെടുത്ത് തറയിലിടും. നീ അവനെ ഉപദ്രവിക്കാൻ നോസ് പ്ലാനിങ് എടുത്തോണ്ടോ? അതെന്തിനാ ഇത് വലിച്ചെടുക്കണ്ടേ? പോവിടുന്ന്. ഇത് വല്ലവന്റെ റേഡിയോ അല്ലേ, എന്റെ കൊച്ചിന്റെ കാലാ. എടുക്ക് എടുക്കാങ്ങോട്ട്. പോവിടുന്നു, ഞാൻ എടുക്കാം. അങ്ങോട്ട് മാറി നിൽക്ക്. എടുത്ത് നക്കി കാണുമോ? അതെടുത്ത് നക്കിയാ വലിയ ശല്യമാണല്ലോ ഈശ്വര. എടുത്ത് മാറ്റി അവന്റെ വായിലെന്താ നോക്ക്. നീ ഇരിക്കി പോരാ. മാമൂത്തിട്ടാ നോക്കത്. എവിടെ? ഹലോ നോക്കി അവിടെ നില്ലേ, കൊച്ചിന്റെ വാ നോക്കട്ടെ. ഹലോ നോക്കട്ടെ. ആള് വരണം. എന്തിന്? നമ്മളെ ടി വി എടുത്തോണ്ട് പോകാൻ വേണ്ടി മറ്റേ ആളെ വിളിച്ചോണ്ട് വരണം. ഏത് നേരത്തെ വന്നതാ? നേരത്തെ വന്ന ആളാണോ? രാവിലെ വന്നത്? ഇങ്ങോട്ട് വന്നേ, വാ വഴി തരാം. തുപ്പ്. ബാ നടക്ക്. ബാ ഡേ ഇങ്ങോട്ട് വാ. ഞാൻ അവിടെ നിന്ന് വല്ല ഒപ്പിക്കണ്ട. അയാളുടെ കൂടെ മറ്റേ അതാരാണ്? ഗുണ്ടെന്നാണ് തോന്നുന്നേട്ടാ. അവനെ കാണുമ്പോൾ അറിയാം കൊട്ടേഷനാ. ടി വി എടുത്തോണ്ട് പോലെ ഞാൻ കേടാക്കി വെച്ചിട്ടുണ്ട്. നന്നാക്കിയായിരുന്നോ? കേടാക്കി വെച്ചിട്ടുണ്ട്. അതാ ചോദിച്ചത്. നന്നാക്കിയത് തമാശ. പിന്നെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് മിണ്ടെടുത്തു. ഒരു പണി, ഒരു കാര്യം ചെയ്യാം. പനിയായിട്ട് അഭിനയിച്ചോ. അമ്മ വല്ല ചോദിച്ചാലാ? ഇങ്ങനെ അടിച്ചാ ഓവറാക്കരുത്. മോനെ പുതപ്പെടുത്തുണ്ടോ? പുതപ്പ് എടാ, കുറച്ച് മരുന്നൊക്കെ എടുത്തുണ്ട്. ആ സൈഡിൽ കൊണ്ടു നോക്ക്. കുപ്പി കുപ്പി കുപ്പി. ഓവറാക്കല്ലേ, ചിരിക്കല്ലേ. അയാളിപ്പോ അങ്ങനെ വരും കേട്ടോ. വിറക്കണ്ട, അടുത്ത് വരുമ്പോ വിറച്ചാ മതി. എനിക്കെന്റെ ടി വി ഇപ്പൊ കിട്ടണം. എന്താ? എനിക്കെന്റെ ടി വി ഇപ്പൊ കിട്ടണമെന്ന്. എന്ത് പറയാനാ ചേട്ടാ, ഇന്ന് ചേട്ടന്റെ ടി വി തരാൻ വേണ്ടി നോക്കിയതാ. ദേ കിടന്ന കിടപ്പായി പോയി. എന്താ ചേച്ചി? ഒന്നും പറയണ്ട, രാവിലെ വന്നിട്ട് പോയില്ലേ. അപ്പൊ ആ ടിവിയുടെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണം പറഞ്ഞ് രാവിലെ തന്നെ പോയായിരുന്നു ഇവിടുന്ന്. ആ മഴ മൊത്തവും നനഞ്ഞ് കടകൾ നോക്കി നടന്നിട്ടേ വന്ന് കയറിയത് നല്ല വിറയ്ക്കണ പനിയായിട്ടാ. ഈ ചെറിയ എന്തെങ്കിലും ഇരിക്കണേ? അയ്യോ, പനി ചൂട് കൂടിയിട്ടേ, ചൂട് തലക്ക് കയറി പനിയുടെ. ഇങ്ങനെ ആയിപ്പോയി. സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ, കയറി ഓടിപ്പോയതാ. എന്തായിരുന്നാലും എനിക്ക് എൻ്റെ ടി വി ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഇടക്കാലങ്ങളൊന്നും കിട്ടുമെന്ന് മനസ്സിലായി രാവിലെ നിങ്ങളെ വഴക്ക് കണ്ടപ്പോഴേ. അതുകൊണ്ട് ഞാൻ ഒരു ടി വി എടുത്തുകൊണ്ട് പോകാൻ പോവാണ്. വാടാ ചേട്ടാ, അത് കംപ്ലൈന്റ് ആണ്. കംപ്ലൈൻറ്റാ? അല്ലേ അല്ല, ഞാൻ ഇത് വെളിയെ കൊടുത്ത് നന്നായിക്കോളാം. പിടിയടാ, പിടി പിടി. ടി വി നന്നാക്കണം, ടി വി പിടി. ഓക്കെ തലവി. ചേട്ടാ, അത് കംപ്ലൈന്റ് ആണ്. കംപ്ലൈൻറ്റാ? അല്ലേ അല്ല, ഞാൻ ഇത് വെളിയെ കൊടുത്ത് നന്നായിക്കോളാം. പിടിയടാ, പിടി പിടി. ടി വി നന്നാക്കണം, ടി വി പിടി. ഓക്കെ തലവി. കൊണ്ടുപോയി. അത് കംപ്ലൈന്റ് ആണെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റാതാക്കിട്ട് നീ വിളിച്ച് വാങ്ങിയാൽ തുടങ്ങി. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. കയ്യിലായിരുന്നാ നീ കൊണ്ടോ വേണ്ട. ഇത്ര ഞാൻ ചുടി കോടി ഇവിടെ കിടന്നിട്ട്
അത് നേരത്തെ ബുദ്ധി തോന്നിയത് വർത്തമാനം പറയാതിരിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും അവനെ പിടിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാ. എല്ലാം ഓക്കെ. എൻ്റെ ടൂറിന് ആരോ ഇവിടെ ഒരു ടി വി നഷ്ടപ്പെട്ടു അതിൻ്റെ ഇടക്ക് അവൻ്റെ ഒരു അമ്മ 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 എനിക്ക് മജന്ത കളർ പട്ടുപാടയും പറഞ്ഞ അവസാനിപ്പിച്ചത് അതൊക്കെ. അമ്മ എന്താ സ്കൂളിൽ എല്ലാവരും മജന്ത പട്ടുപാടയും പറഞ്ഞത് അലമാരിൽ എത്ര പട്ടുപാവാട ഇരിക്കണ മജന്ത തന്നെ ഇപ്പൊ വേണമെന്നല്ല. എല്ലാവരും മജന്ത അപ്പൊ എനിക്ക് മജന്തണ്ടേ? എന്നത് യൂണിഫോം ആക്കിയ മജന്ത പട്ടുപാവാട? അമ്മ എല്ലാവരും പെമ്പിള്ളേർ എല്ലാവരും മജന്ത പട്ടുപാടയും മുല്ലപ്പൊക്കെ വെച്ച് ആൺകുട്ടികളെല്ലാം ഷർട്ടും മുണ്ടും. അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ മാത്രം വേറെ കളർ ഇട്ട് അവരെന്ത് വിചാരിക്കും? നീ പോവണ്ട. ആ പ്രശ്നം തീർന്നില്ലേ? നീ പോവണ്ട. നീ വീട്ടിലിരുന്നവരൊന്നും വിചാരിക്കൂലല്ലോ. എന്തിനാ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യടാ, ഇത് നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴേ നമുക്കൊരു ടൂർ പോവാം. അപ്പൊ നിനക്ക് മജന്ത എടുത്തു തരാം. ഇപ്പൊ ടൂർ പോകുമ്പോ പട്ടുപാട ഇട്ടോണ്ടല്ലോ പോണത്. പട്ടുപാടൊന്ന് പോയിക്ക്. ടൂർ എങ്ങോട്ടാ? ടൂർ ഒരു എവിടെ പോവാം? നിങ്ങൾ പറ, എവിടെ പോകണം? ഊട്ടി. ഊട്ടി. നിനക്കടാ? കൊടൈക്കനാൽ. നിനക്കാ? ഊട്ടി തന്നെ മതി. ഊട്ടി. നിനക്കാ? വീട്ടില്. നീ ചുമ്മാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. അമ്മേനെ കൊണ്ടോണ്ട. കോളേജിൽ നിന്ന് വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. ഇത് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ? ഈ മാസത്തെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടാ എൻ്റെ കയ്യിൽ കാശില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമുക്ക് അച്ഛൻ്റെ കുടുംബകോലിൽ പോവാം. എങ്ങോട്ട്? അതന്നെ അച്ഛൻ്റെ കുടുംബകോലിൽ പോയി പ്രാർത്ഥിച്ച് അതന്നെ നമുക്ക് അതുവഴി കറങ്ങി കുന്നുംകുളം വഴി വരാം. അപ്പം എനിക്ക് കുറച്ച് സ്പെയർ പാർട്സ് വാങ്ങിക്കാം. ഇനി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇതേപോലെ ഇനി നാട്ടുകാർ വന്ന് കയറി ഇറങ്ങാനൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല. പെൺപിള്ളേരുള്ളതാ ഇവിടെ. പ്രയോജനകരമായ രീതിയിൽ നമുക്ക് ടൂർ പോകാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ തൊഴയും ചെയ്യാം. അതുവഴി എന്റെ പർച്ചേസ് നടക്കൂല. കുറച്ച് എനിക്ക് സെക്കൻഡ് ഹാൻഡ് എന്ത് പണ്ടാരെങ്കിലും ആകും. അപ്പൊ പിന്നെ നമുക്ക് അച്ഛന്റെ കുടുംബക്ഷേത്രത്തിൽ പോവാം. അവിടെ പോവാം. അല്ല ചക്കരെ അവിടെ അമ്പലക്കുളം ഉണ്ട്. നീ സമ്മതിച്ചാ? അവിടെ പോയി കുളിച്ചിട്ടൊക്കെ ടൂറ് പോയിട്ട് എന്താ കാര്യം? കുറെ തണുപ്പത്തും വെള്ളത്തൊക്കെ ഇറങ്ങി ലാസ്റ്റ് തിരിച്ചു പറഞ്ഞത് പേക്കോലത്തിലായിരിക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോ പനി പിടിച്ച്. മിണ്ടാതിരി നിനക്ക് മേടിച്ച് തരാം. ഇല്ല, പട്ടുപാട മേടിക്കണേ. എനിക്ക് ട്രിപ്പ് പോകുമ്പോൾ പട്ടുപാടയ്ക്ക് 4500 രൂപയൊന്നും ആവൂല. കൂടി വന്നിട്ടുണ്ടെങ്കിൽ 1000 രൂപ. 500 രൂപയ്ക്ക് ആവും. അഡ്വാൻസ് നിനക്ക് 4500 രൂപയല്ലടാ, അവർക്ക് 500 രൂപയല്ലേ ഉള്ളൂ. ഇവനെന്താണ് ഇവന് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന്. വീട്ടിലെ കാര്യങ്ങളൊന്നും ഒരു കാര്യം തലയ്ക്കകത്ത് മുടി വളർത്തി എങ്ങനെ തലയ്ക്കാറ് ലാസ്റ്റ് ഇവിടെ തന്നെ കണ്ണുമ്പ് നിന്നെ കാണില്ലല്ലോ. എന്റെ കണ്ണുമ്പ് നിന്നെ ഫസ്റ്റ് കാണണം. ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണേ മറ്റുള്ളവരെ കാണണ്ടേ? അത് കാണാൻ പറ്റണില്ലല്ലോ. ആദ്യം കാണുന്ന മുടിയാണ്, പിന്നെ നിന്നെ കാണുള്ളൂ. നീ മാത്രമല്ലോ കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കൊച്ചുങ്ങൾ മനസ്സിലാക്കണം. ആ കുഞ്ഞു കൊച്ചുങ്ങൾ മനസ്സിലാക്കണം. സംഭവം എന്താ അറിയോ? ഒരാൾക്ക് മാത്രം ബോധം ഇവിടെ ഉള്ളൂ, അത് ഞാനാ. ബാക്കി എല്ലാം ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു കൊടുക്കാം. അവന് പട്ടുപാവട വാങ്ങിച്ചു കൊടുത്ത് എവിടെ ടൂറിന് വിടാം. എനിക്ക് ചിരിയൊന്നും അനിയത്തെ നോക്കത്തില്ല, ആ മുടി പിടിച്ചല്ലോ. നീ ഒറ്റപ്പെട്ടതായി. ഇല്ല, ഞങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടായി. എന്റെ ചോദിക്കണോന്ന്. അനിയത്തിയല്ലേ? നീ മാറി കുറച്ച് കഴിയുമ്പോ വന്നോളൂ നിന്റെ അടുത്തേക്ക് തന്നെ. എഴുതിത്താടി എടി, എഴുതിത്താടി. ഞാൻ എഴുതിയിട്ടില്ലടി, ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ലടി. നിന്നെ പോലെയുള്ള കുറെ എണ്ണം ഇല്ല അവിടെ അലവലാദികൾ. ഒരെണ്ണത്തിന് മുടി ഇങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിന് മുടി ഇങ്ങനെ. ഫാഷൻ നിന്റെ പറയാതിരിക്കണവന്മാർ എങ്ങനെയാ ബോർഡ് കാണുന്നത്? നീ മുമ്പ് ഇവനെ പിടിച്ച് ഏറ്റവും ബാക്കിലായിരിക്കട്ടെ. അതായിരിക്കും ഇവന് ഹൈറ്റ് കൂടുതലുള്ള ഹൈറ്റ്. എനിക്കൊന്നും പറയാനില്ല. ഈ ബോധമുള്ളവരടുത്ത് എനിക്ക് സംസാരിക്കാം. ബോധം ഇവന് മാത്രമേ കുളിച്ചാ വൈകുന്നേരം കുളിച്ചാന്ന് ചോദിക്കരുത്. ഈ മാസം കുളിച്ചാടാന്ന് ചോദിക്കും അവൻ്റെ അടുത്ത്. നീ ഈ മാസം കുളിച്ചാടാ. നിനക്ക് മാറിക്കേ, നീ മാറി. നിനക്ക് മാറിക്കേ, നീ മാറി. ആശ്വസിപ്പിക്കണ്ട എന്റെ കൊച്ചിനെ. എല്ലാവരും കൂടെ അങ്ങനെ ഒറ്റപ്പെടുത്തല്ല കേട്ടാ. എടാ അടുത്ത മാസം തന്നെ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു പോവാ ടൂറിന്. നിന്റെ മുടി കാരണം എനിക്ക് ഇല്ല മുടിയടാ മക്കളെ. എടാ ഞാൻ തരാ പൈസ. ഇപ്പൊ പോണ്ട, നമുക്ക് ടൂറ് പോകുമ്പോ നമുക്ക് ഒന്നിച്ചു പോയാൽ മതി. എന്തിനാണ് നാട്ടുകാരുടെ കൂടെ പോണത്? വീട്ടുകാരുടെ കൂടെ പോയാ പോരെ? നാളെ 2 കമ്പ്യൂട്ടറും 2 ടിവിയും വരും. നടക്കൂലടാ. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ടൂറിന് അയക്കാം. സത്യം അത്ര സമയം നമുക്ക് സ്വസ്ഥത കിട്ടുമല്ലോ. അവന്റെ ആഗ്രഹമല്ലേ, അവൻ അങ്ങനെ പോവാറില്ലല്ലോ. നിനക്ക് ഈ തമാശ പറയുമ്പോഴേ തമാശയായിട്ട് എടുക്കാൻ പഠിക്കണം ആദ്യം. നീ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോ മുടിയെ കുറിച്ച് പറയാൻ പാടില്ല. ഇല്ല പറയൂല. സത്യം അമ്മ, സത്യം. സത്യം
സത്യയുടെ കുറിച്ച് പറയത്തില്ല. ഞാൻ ഞാൻ പറയും പറയില്ല. നീ ഇട്. ഞാനും പറയത്തില്ല. എല്ലാരും ഇട്ടാലേ ഞാൻ ചിരിക്കത്തുള്ളൂ. ഈ ഇടാൻ പറ്റൂല ഇനി ഒരിക്കലും പറയരുത്. സത്യമായിട്ട് എന്നെ പറയിപ്പിച്ചാൽ പറയും.